നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് അമ്മ എന്താ പറഞ്ഞത്? നിന്റെ വിവാഹത്തിന് മുൻപ് ഇവരെ രണ്ടുപേരെയും അമ്മ ഒരുമിപ്പിക്കുമെന്നല്ലേ? നിൽക്കുന്നു രണ്ടുപേരും ഇരുമെയ്യും ഒരു മനസ്സുമായിട്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കുറച്ചു നേരത്തേക്കെങ്കിലും എല്ലാവരെയും വിഷമിപ്പിക്കുന്നത് പോലെ എനിക്ക് ഇത്തിരി ക്രൂരത കാണിക്കേണ്ടി വന്നു. അത് ഇങ്ങനൊരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോ നളിനിയമ്മായി ഞങ്ങളോട് പറഞ്ഞത്? അത് വേറൊരാള് വഴി നളിനിയെ കൊണ്ട് ഞാൻ പറയിച്ചതാ. അമ്മ അത് നിങ്ങളുടെ അവസ്ഥ തന്നെയായിരുന്നു ഇവനും. ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അല്ലേടാ? അല്ല, കൂടപ്പിറപ്പുകൾ ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച ഈ ഭൂമിയിലില്ല. ഇനി നിങ്ങൾക്ക് പിരിയാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹമുണ്ട് നിങ്ങൾക്ക് പരസ്പരം. നിങ്ങളുടെ രീതിയാണ് ശരി. ഒരു തലമുറ കലഹിച്ചാൽ അടുത്ത തലമുറയ്ക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റണം. പേടിച്ചുപോയി, വല്ലാണ്ടങ്ങ് പേടിച്ചുപോയി. ജീവിതം കൈവിട്ടു പോകണോ എന്ന് പോലും കരുതി. പക്ഷെ അതിന്റെ അവസാനം ഇങ്ങനൊരു അവസ്ഥയുണ്ടെന്ന് അറിഞ്ഞില്ല. ഇനിയിപ്പം ഞാൻ കുറച്ച് അഹങ്കാരത്തോടെ തന്നെ പറയാ, മനസ്സിനും ശരീരത്തിനും സദാനത്തിനും ബലമുണ്ട്. കാരണം എന്റെ അനിയൻ എന്റെ കൂടെയുണ്ട്. എല്ലാം പ്ലാൻ ചെയ്തിട്ട് ആ സുജാത ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി അവളോട് മിണ്ടുമ്പോ വെറുതെ ചെന്നിട്ട് കാര്യമില്ല. സന്തോഷമുള്ള വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അടുത്ത ഒരാഴ്ച ഞാൻ നാട്ടിലുണ്ടാവില്ല. അമ്മ എവിടെ പോവാ? വളരെ മുൻപേ ഉള്ളൊരു നേർച്ചയാ. ഇവന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ക്ഷേത്രങ്ങളിൽ ഒരു ദർശനം. അല്ല, എല്ലാരും ഒരുമിച്ചാണോ? അല്ല, ഞങ്ങൾ ഒരു കൂട്ടം സ്ത്രീകളാ പോകുന്നത്. 6-7 ദിവസം കഴിയുമ്പോ ഞങ്ങൾ തിരിച്ചെത്തും. സത്യം പറഞ്ഞ ഒരാഴ്ച മോളെ കാണാതിരിക്കാന്ന് പറയുന്നത് എനിക്കിപ്പോ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ അമ്മ പോകുന്നത് നിങ്ങളുടെ നല്ലതിനാ. മോള് വന്നിട്ട് വേണം. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു ചടങ്ങുണ്ട്. അതുകൂടി നടത്തിയാലേ എല്ലാം പൂർണ്ണമാവും. അതിന് നിങ്ങളും എല്ലാവരും വരണം. അച്ഛനും ചെറിയച്ഛനും ആങ്ങളെയും എല്ലാവരും സന്തോഷത്തോടെ എന്റെ മോളെ എനിക്കിങ്ങ് തന്നേക്കണം. അമ്മേ, ചായ കുടിച്ചിട്ട് വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.